നമസ്കാരം. ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് നമ്മുടെ ധനലക്ഷ്മി മാമിൻ്റെ അടുത്താണ്. അപ്പോൾ മാം രണ്ടാമതും നമസ്കാരം പറയാണ്. നമസ്കാരം. ഓക്കെ, ഇപ്പം ഞാൻ മാമിനോട് ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഈ സമകാലികമായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഡോക്ടർമാർ നാട്ടിൽ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ എത്രത്തോളമാണ് മാം മനസ്സിലാക്കുന്നത്? അല്ല, ഇപ്പം ഈ പറയുന്നതെല്ലാം അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. കാരണം നിങ്ങളിപ്പം ഏറ്റവും ചെറിയൊരു ഉദാഹരണം എടുത്ത് നോക്കിയാൽ മതി. നിങ്ങളിപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്തു, ഒരു MRIയോ CTയോ എന്തോ ടെസ്റ്റ് ആവട്ടെ, അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്നാൽ നിങ്ങൾ ഉടനെ എന്താ പറയാ? യോ ദൈവം കാണിച്ചു തന്നു. ആ ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ എന്താ പറയാ? ചുമ്മാ കോർപ്പറേറ്റ് ആശുപത്രിക്കാർ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ആദ്യത്തെ വെല്ലുവിളി എന്ന് തന്നെ പറയുന്നത്. പിന്നെ എനിക്ക് ഒരു മന്ത്രി പറയുന്നത് കോൺട്രഡിക്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷെ എന്നാലും പുള്ളി ഇന്നലെ പറഞ്ഞ ഒരു വാചകമുണ്ട്, കുറച്ച് പഞ്ഞിയും കുറച്ച് മരുന്നും ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, മന്ത്രി രാജിവെക്കണമെന്ന്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മകനോ മകളോ ആ സ്ഥാനത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ നിങ്ങളോട് പറയും ഇവിടെ പഞ്ഞിയില്ല അല്ലെങ്കിൽ ഇവിടെ മരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കോ? ഇല്ല, ഒരിക്കലും. സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം എല്ലാ സ്ഥലത്തും എല്ലാം വേണം എന്നല്ല. ഇപ്പം ഞാനിപ്പം ഒരു പാർട്ടി പക്ഷം പിടിക്കല്ല. കാരണം നമ്മുടെ ഗവൺമെന്റ് ആശുപത്രികളൊക്കെ സ്വകാര്യ ആശുപത്രികൾക്ക് ഒരു വെല്ലുവിളി ആക്കിയിട്ടാണ് ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ചെയ്തിരുന്നത്. അപ്പൊ അത് തന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് തുടർന്നുകൂടാ? കാരണം അത്രയും ഒരു ലെവൽ. ഇപ്പം എനിക്ക് പേഴ്സണലി അറിയാം, ഞാൻ തലശ്ശേരി ഉള്ള സമയത്ത് ആണ് എവിടെയൊക്കെ ഡോക്ടർമാരില്ല അവിടെ ഒക്കെ ടീച്ചർ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഓരോ ജില്ലയിലും ഓരോ സബ് ജില്ലയിലും പോയിട്ട് ടീച്ചർ ഓരോ ആശുപത്രിയിലും അതിൻ്റെതായ ഡോക്ടർമാര് സ്പെഷ്യലിസ്റ്റ് ഇല്ലേന്ന് നോക്കിയൊരു കാലം കേരളത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പം അത് നടക്കാത്തപ്പം ജനങ്ങൾ രോക്ഷാകുലരാണ്. പിന്നെ എല്ലാവരും പ്രവാസികളാകട്ടെ ബംഗാളികളാകട്ടെ ആരായാലും ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അത് ആയുസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? കള്ളത്തരമാണെങ്കിലും പിടിച്ചുപറിയാണെങ്കിലും ലൈംഗിക ജോലിയാണെങ്കിലും ഇതെല്ലാം ചെയ്യുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് അസുഖമില്ലാതെ ഒരു അവസ്ഥയ്ക്കാണ്. അപ്പം നമ്മൾ അതിനെ വളരെ ചെറുതായിട്ട് കാണുമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തെറ്റായിട്ട് തന്നെ കാണാൻ പറ്റും. തീർച്ചയായിട്ടും. അടുത്ത മറ്റൊരു കാര്യം പറയുന്നത്, ഇപ്പം ഞാനൊക്കെ വളരെ അപൂർവമായിട്ടെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പരാതി പോലെ പറയുന്നുള്ള സംഭവമാണ്. ഇപ്പോൾ ഒരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ ഡോക്ടർ മരുന്ന് കൊടുക്കുന്നു, കുറിക്കുന്നു, അല്ലെങ്കിൽ സ്കാനിങ് എഴുതുന്നു, എഴുതിയിട്ട് ഇന്നടുത്ത് പോയി ചെയ്യൂ എന്ന് പറയുന്നൊരു സംവിധാനം. അല്ല, എല്ലാറ്റിലും നല്ലതും ചീത്തയുമുണ്ട്. പക്ഷെ ഞാൻ ഇതിനെ ഒരു വേറൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് എടുക്കണം, അപ്പം നിങ്ങൾ എന്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ആളെ കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യിക്കുന്നു? എഡിറ്റിംഗ് അറിയാവുന്ന എത്രയോ പേർ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് നിങ്ങൾ എഡിറ്റ് ചെയ്യിക്കൂ. കാരണം എന്താ? അത് നിങ്ങളുടെ വിശ്വാസമാണ്. മനസ്സിലായില്ലേ? അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാം. ഇന്ന ആൾക്ക് കൊടുത്താൽ അയാൾ അത് പക്ക പെർഫെക്റ്റ് ആക്കി തരും. ഇത് തന്നെയാണ് ഡോക്ടർമാർക്കും. കാരണം ഡോക്ടർമാർക്ക് ഒരു ബന്ധമുണ്ട്. അപ്പൊ ഇപ്പൊ അവർക്കൊരു സംശയം ഉണ്ടെങ്കിൽ അവരങ്ങോട്ട് വിളിച്ചു പറയും. അതിനൊരു ഫ്രീഡം ഉണ്ട് അവർക്ക്. അവർ വിളിച്ചു പറയും, എടാ ആ സൈഡ് ഒന്നുകൂടെ നോക്കണേ, എനിക്ക് അവിടെ ഒരു ചെറിയൊരു സംശയം ഉണ്ട് എന്ന് പറയും. അപ്പൊ ഇതാണ് ഡോക്ടർമാരുടെ ഒരു കെമിസ്ട്രി. ഇതുകൊണ്ടാണ് മിക്ക സമയങ്ങളിലും ആ ആശുപത്രി തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ആശുപത്രി പോയി ചെയ്യണം എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഘടകം അതാണ്. അതിൽ പൈസ മാത്രമല്ല, നമ്മൾ എല്ലാറ്റിനെയും നമ്മളിങ്ങനെ പൈസ പൈസ പൈസ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും മാരുതി ഓടിച്ചാൽ പോരെ? എന്തിനാണ് ഇത്രയധികം പുതിയ കാറുകൾ വന്ന്? പൈസക്കാരെല്ലാം അപ്ഗ്രേഡ് ചെയ്യാണ്. നിങ്ങൾ ഓരോ പ്രമുഖ വ്യക്തികളെ എടുത്തു നോക്കിയാലും മനോരമയ്ക്കകത്ത് അടക്കം അല്ലെങ്കിൽ പ്രമുഖ പത്രങ്ങളിലടക്കം പറയാണ് ഇന്നാള് ഇന്ന വണ്ടി വാങ്ങിച്ചു. ഞാൻ ചോദിക്കട്ടെ, 4 കോടിയുടെ വണ്ടി പോയാലും 10 ലക്ഷത്തിന് വണ്ടി പോയാലും സ്ഥാനം ഒന്നല്ലേ? അപ്പം എനിക്ക് തോന്നുന്നത്, ഇപ്പം ഞാനായാലും നമ്മള് റിപ്പോർട്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളിപ്പം നമുക്ക്
നമ്മുടെ സൈഡിൽ കൂടെ നോക്കുന്ന ഒരാളുടെ അടുത്താണ് നമ്മൾ എപ്പോഴും സ്കാനിന് അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് മരുന്നുകളും. ഇപ്പം നമുക്ക് ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഞാനൊരു ഡോക്ടറാണ്, 5 ആളെ ഞാൻ മോശമായിട്ട് നോക്കിയാൽ 6ാമത്തെ ആള് വരുമോ? ഒരിക്കലും വരില്ല. അപ്പം എനിക്ക് ചില മരുന്നുകളിൽ വിശ്വാസമുണ്ട്. ഇപ്പം 5 ആള് ഞാനൊരു ഗുളിക കൊടുത്തിട്ട് അയാൾ 5 ആൾക്കാർ എന്നോട് തിരിച്ച് ഡോക്ടറെ നല്ല സമാധാനം എന്ന് പറയുമ്പം എനിക്ക് ആ മരുന്നിന്റെ മുകളിൽ എനിക്കൊരു കമാൻഡ് ഉണ്ടാവുകയാണ്. അപ്പൊ ഞാൻ പിന്നെ വരുന്ന ഇതേ അസുഖമുള്ള ഒരു 15 ആൾക്കാർക്ക് ഞാൻ ഇത് തന്നെ എഴുതി കൊടുക്കും. അത് ആ മെഡിക്കൽ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യാന്ന് ഉള്ളതല്ല. മനസ്സിലായില്ലേ? നമ്മൾ അതിനെ എല്ലാം നാരോ ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. അതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, അപ്പൊ നമുക്ക് 5 ആൾക്ക് മാറി, അപ്പൊ അടുത്ത ആൾ ഇതേ അസുഖം വരുമ്പോൾ നമ്മുടെ തലയിൽ ഓട്ടോമാറ്റിക്കലി വരുന്നത് ഇന്ന മരുന്നാണ്, പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഡോക്ടർമാർക്ക് ഒരിക്കലും ഒരു വേദി കിട്ടാറില്ല ഇത് പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ഡോക്ടർമാരുടെ പ്രശ്നങ്ങളും ഇന്നും പ്രശ്നങ്ങളായിട്ട് മറിഞ്ഞിരിക്കുകയാണ്. ഇതിനൊരു ആരെങ്കിലും പുറത്തു വരണമെന്ന് പണ്ട് തൊട്ടേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ എന്തായാലും 24/7 എനിക്ക് ഇത്രയും പറയാൻ പറ്റിയത് ഒരു സന്തോഷം. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരുപാട് സിനിമകളിലും അതൊക്കെ വന്നിട്ടുള്ളൊരു സംഭവമാണ് അവയവ മാഫിയ എന്നൊരു വിഭാഗം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് ഈ മെഡിക്കൽ ഫീൽഡിനകത്തുണ്ടോ? അവയവ മാഫിയ എന്ന് ചോദിച്ചാൽ അതിന് അങ്ങനെ വിളിക്കാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾക്കൊരു അവയവം വേണ്ടപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇന്ത്യയിലെ തന്നെ നിയമം, ഇന്ത്യയിലെന്നല്ല ഇന്റർനാഷണലി തന്നെ നിയമം വളരെ കർക്കശമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു അവയവം കിട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ പോലെ എളുപ്പമല്ല. മനസ്സിലായില്ലേ? അപ്പം അതിലൊരു മാഫിയ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പൊ ആ സ്ഥിതിക്ക് നമുക്ക് ആ സാധനം ലഭിച്ചേ തീരൂ. ഇപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് സിനിമ ബ്ലാക്കിൽ ടിക്കറ്റ് വിൽക്കണു? നിങ്ങൾക്ക് സിനിമ കാണണം. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ അതിനേക്കാളും എത്രയോ മുകളിലാണ് ഈ ഒരു അവസ്ഥ. കാരണം എനിക്കൊരു കിഡ്നി വേണം, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതമാണ് പോകുന്നത്. അപ്പം അവിടെ ഞാൻ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഞാനത് എടുക്കും. പിന്നെ ഈ കിഡ്നി അല്ലെങ്കിൽ ഏത് അവയവമായാലും നമ്മൾ അറിയാത്തൊരു പക്ഷമുണ്ട്. ഞാനിപ്പം ഒക്കെ പറഞ്ഞ് ധരിപ്പിച്ച് സെറ്റാക്കി വെക്കും. നാളെ രാവിലെ ഓപ്പറേഷന്റെ സമയത്ത് മുങ്ങിയ എത്രയോ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ പകുതി പൈസ കൊടുത്തിട്ട് ബാക്കി സമയത്ത് രാവിലെ സർജറിക്ക് നോക്കുമ്പോൾ രോഗിയെ കാണാനില്ല. അപ്പൊ നിങ്ങൾ ആ അസുഖം വന്ന ആളുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. അയാളുടെ, നിങ്ങളിപ്പോ ഈ സിനിമയിൽ എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ മോണിറ്റർ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നാളെ സർജറി ചെയ്താൽ എൻ്റെ ആരോഗ്യം മെച്ചപ്പെടും എന്ന് വിചാരിക്കുമ്പോഴാണ് ഇത്രയും ലക്ഷവും കൊണ്ട് ഒരാൾ മുങ്ങണത്. ഇതിനൊന്നും നമ്മുടെ നാട്ടിലൊരു നിയമം ഇല്ല, നമുക്കത് പോലീസിൽ പരാതിപ്പെടാൻ പറ്റില്ല. അപ്പം എന്താണ് നമുക്കതിനെ പറ്റി ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും. അപ്പം ശരിയാണ്, നമുക്ക് ആവശ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഇതുണ്ടെങ്കിലേ സർവൈവൽ അവരുടെ വല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും. അതെ. അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിൽ ഒരു ഇത് സംഭവിക്കാം. പിന്നെ ഈ ഞാൻ പറഞ്ഞ പോലെ ചില സമയങ്ങളിൽ നമ്മളിപ്പോ ഈ ബ്രെയിൻ ഡെത്ത് എന്ന് വിളിക്കുന്നു, ചില കേസ് ഒരിക്കലും റിക്കവർ ആവില്ല. അപ്പൊ ആ സമയത്ത് പേരൻസ് അല്ലെങ്കിൽ രക്ഷിതാക്കള് ആരാണെന്ന് വെച്ചാൽ അവര് തന്നെ വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ പിന്നെ കുറച്ച് ആൾക്കാർക്ക് ജീവിതം കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതിനകത്തൊരു ഇല്ലീഗൽ ഒരു ആക്ടിവിറ്റി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കിഡ്നി വേണമെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്യണം, ഒരു ഫാമിലി ട്രീ ഉണ്ടാക്കണം. അപ്പം നമ്മൾ ഈ പൊതുജനം സിനിമയിൽ കാണിക്കുന്ന ഒരു അതൊട്ടും അല്ല. ഇതിനകത്തേക്ക് നമ്മളൊരു കിഡ്നി വേണ്ടപ്പം നമുക്ക് ഒന്നൊരു ഡോണറെ കണ്ടുപിടിക്കണം, ഡോണർ ആരോഗ്യവാനായിരിക്കണം, അയാൾക്ക് ഇത് മാച്ച് ചെയ്യണം. ഇപ്പൊ ഈയിടയ്ക്ക് നടന്നൊരു സംഭവമാണ്, ഒരു ഡോക്ടർക്ക് തന്നെ ഒരു അവയവം വേണം, ആകെ കൊടുക്കാൻ പറ്റിയ 2 ആൾക്കാരാണ്. 2 വയസ്സുള്ള മോളും 65 വയസ്സുള്ള അമ്മയും. അമ്മ ഡയബറ്റിക് ആണ്, ഹൈപ്പർടെൻസീവ് ആണ്, ഹാർട്ട് പേഷ്യന്റ് ആണ്. ബ്ലഡ് ഗ്രൂപ്പ് മാച്ച് ചെയ്യുന്ന ഈ 2 ആൾക്കാരാണ്. ഫാമിലി ട്രീ എന്ന് വിളിക്കുന്ന ട്രീയിൽ ഇനി ആർക്കും ഈ സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഇല്ല. ഇയാൾ എവിടെ പോകും? അപ്പൊ നമ്മൾ ഈ കാണുന്ന ഈ ഫാൻസിനെസ് അല്ല ശരിക്കും പറഞ്ഞ ഒരു ആശുപത്രിയിൽ നടക്കുന്നത്. ഒരു വിഭാഗം എന്തായാലും ഉണ്ടായിരിക്കും,
എൻ്റെ അറിവിലില്ല. പക്ഷെ നമുക്ക് ഇപ്പം എന്തിലും ഒരു നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ അതെ ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ അതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. ഇപ്പം നമ്മൾ കുട്ടി ബക്കറ്റിൽ വീണു മരിച്ചു, 1 വയസ്സുള്ള കുട്ടി, നമ്മൾ സ്ഥിരം പത്രത്തിൽ കേൾക്കുന്നു. ആർക്കെതിരെ കേസ് കൊടുക്കുന്നു? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കുട്ടിയേ ഉള്ളൂ, ആ കുട്ടിയെ നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല. അതേസമയം 40ഉം 50ഉം ശസ്ത്രക്രിയകൾ ഒരു ദിവസം ചെയ്യുന്ന, അല്ലെങ്കിൽ 15ഉം 20ഉം ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഒരു ഡോക്ടർ എന്തെങ്കിലും കൈ അബദ്ധം എന്ന് വെച്ചാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറും, ഞാൻ ആസ് എ ഡോക്ടർ മനസ്സ് തട്ടിയിട്ട് പറയാം, ഒരാൾക്കും ഒരു ദോഷം, കാരണം അത് നമ്മുടെ കരിയറിനെയാണ് ബാധിക്കുന്നത്. ഞാനൊരു ചീത്ത പ്രവൃത്തി അല്ലെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് ഒരു മരണം ഉണ്ടാവാതെ ഇരിക്കട്ടെ, ഉണ്ടായാൽ അത് എൻ്റെ ഫ്യൂച്ചറിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഒരു ഡോക്ടറും എനിക്ക് തോന്നുന്നില്ല അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലാൻ ശ്രമിക്കും എന്നുള്ളത്. അപ്പൊ ചിലപ്പോൾ മേ ബി ഓവർ വർക്ക് കൊണ്ട് പറ്റുന്നതായിരിക്കാം. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു പ്രൊഫഷനിൽ മാത്രമാണ് നിങ്ങൾ ഒരിക്കലും കാണില്ല ഡോക്ടർക്ക് തലവേദനയാണ്, ഡോക്ടർ നേരത്തെ പോയിന്ന്. വളരെ അപൂർവേ കേൾക്കും. അതേസമയം നിങ്ങൾ ബാങ്ക് പോയാൽ കേൾക്കും, നിങ്ങൾ വക്കീലിന്റെ അടുത്ത് പോയാൽ കേൾക്കും, ഏത് സ്കൂളിൽ പോയാലും ടീച്ചറെ കാണില്ല, ഇതൊക്കെ കാണും. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഡോക്ടർ, അൺലെസ് ആ ഡോക്ടർക്ക് ഹൃദയാഘാതമോ ക്യാൻസറോ ആയാലല്ലാതെ ആ ഫീൽഡിൽ നിന്ന് ഒരിക്കലും ആള് വിട്ട് നിൽക്കില്ല. അപ്പം 24/7 ഇപ്പം നിങ്ങൾ 2 കോടി രൂപ നിങ്ങളുടെ ബാങ്കിലുണ്ട്, ബാങ്ക് അല്ലാത്ത സമയത്ത് പോയാൽ നിങ്ങൾക്ക് തുറന്നു തരുമോ? ഇല്ല. അത് ചെയ്യുന്ന ഏക വ്യക്തി ആരാണ്? ഒരു ഡോക്ടർ മാത്രമാണ്. അപ്പം നമ്മൾ ഒരിക്കലും അതൊന്നും റിയലൈസ് ചെയ്യാതെ നമ്മൾ വെറുതെ ഒരു ആലിഗേഷനുമായിട്ട് ഇറങ്ങുവാണ്. അപ്പൊ അതിലെനിക്ക് ശക്തമായ പ്രതിഷേധം തന്നെ ഡോക്ടർമാരുടെ സൈഡിൽ എനിക്ക് പറയാനുണ്ട്. കാരണം ഒരുപാട് അവസരങ്ങൾ നമ്മൾ ഇപ്പം നോക്കിയാൽ, പണ്ട് തലശ്ശേരി നടന്ന ഒരു സംഭവമാണ്. ഒരു പ്രായം ചെന്ന അമ്മ, അപ്പം അമ്മയ്ക്ക് ഇനി ചികിത്സിക്കാൻ ഒന്നുമില്ല. എല്ലാ പ്രാവശ്യവും അവർ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുവരും, ഡോക്ടറാലാവും വിധം ചികിത്സിക്കും. അപ്പൊ അവര് പറയും ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയും. അപ്പൊ ഒരു ദിവസം നല്ല ബാഡായിട്ട് ഈ അമ്മയെ കൊണ്ടുവന്നു. അപ്പം ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, ഇത് ഒട്ടും ഒന്നും വയ്യാത്ത അവസ്ഥയാണ്, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. കൂട്ടത്തിൽ വന്ന ഒരാൾ ആ ഡ്രൈവറോട് ചോദിച്ചു, അല്ല ഡോക്ടർ എങ്ങോട്ടേലും പോവാൻ നിൽക്കുകയാണോ? പറഞ്ഞ ഡോക്ടർ ഒരു കല്യാണത്തിന് പോവാൻ നിൽക്കുകയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഈ രോഗി മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്കും മരിച്ചു. ഡോക്ടർ തിരിച്ചു വരുമ്പോഴേക്ക് ഡോക്ടറിന്റെ വീടും പൂച്ചെടിയും പൂച്ചട്ടിയും എല്ലാം അടിച്ചു തമർത്തേക്കാണ്. എന്താണ്? ഡോക്ടറിന്റെ അനാസ്ഥ. ഡോക്ടർ നോക്കിയില്ല, ഡോക്ടർ കല്യാണത്തിന് പോകുന്നതുകൊണ്ടാണ് ആ രീതിയിൽ അതിനെ ഡൈവേർട്ടായി. അപ്പം പലപ്പോഴും സത്യം അറിയാതെ ഹോസ്പിറ്റൽസിനെ ഡോക്ടർമാരെ ക്രൂശിക്കുന്ന ഒരുപാട്, ഞാൻ പറയില്ലേ, ഇപ്പോഴും മേ ബി ഒരു 0.5% എറർ ഉണ്ടാകാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമ്മളാരും ദൈവങ്ങളല്ല. അപ്പൊ അതുണ്ടായിരിക്കാം. പക്ഷെ 99%ഉം നമ്മൾ യാഥാർത്ഥ്യം അറിയാതെ പറയുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും. ഏതായാലും താങ്ക് യു, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.